ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഭാരതീയ ചികിത്സാ വകുപ്പിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. അടിസ്ഥാന യോഗ്യത വരുന്നത് 7ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം എറണാകുളം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഏപ്രിൽ 22 മുൻപ് ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യണം. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെയാണ്. നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ യോഗ്യത SLCയും ITI ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കലുമാണ്. അടുത്തത് എറണാകുളം അങ്കമാലി ICDS പ്രോജക്റ്റ് ഓഫീസ് പരിധിയിലെ കറുകുറ്റി പഞ്ചായത്ത് 13ാം വാർഡിലെ 94ാം നമ്പർ അങ്കണവാടി കൃഷിയിലേക്ക് ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വാർഡിൽ സ്ഥിര താമസക്കാരായ 18നും 35നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോറത്തിൽ അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അപേക്ഷകൾ ഏപ്രിൽ 24 വൈകിട്ട് 5 മണി വരെ അങ്കമാലി ബ്ലോക്ക് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന അങ്കമാലി ICDS പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. അടുത്തത് തൃശൂർ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ദേശീയ ആയുഷ് മിഷൻ വഴി ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി തെറാപ്പിസ്റ്റ്, മെയിൽ, ആയുർവേദ ഫാർമസിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. തെറാപ്പിസ്റ്റ് മെയിൽ തസ്തികയിലേക്ക് സംസ്ഥാന സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് അല്ലെങ്കിൽ നാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുതുരുത്തിൽ നിന്നും 1 വർഷത്തിൽ കുറയാത്ത ആയുർവേദ തെറാപ്പി കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം. 14,700 രൂപയാണ് പ്രതിമാസ വേതനം. 2025 ഏപ്രിൽ 9 40 വയസ്സ് കവിയാത്തവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ആയുർവേദ ഫാർമസിസ്റ്റ് നിയമനത്തിന് ക്വാളിഫിക്കേഷൻ വരുന്നത് സംസ്ഥാന സർക്കാർ അംഗീകൃത ആയുർവേദ ഫാർമസിസ്റ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ്. 2025 ഏപ്രിൽ 9 40 വയസ്സ് കവിയാത്തവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. 14,700 രൂപയാണ് പ്രതിമാസ വേതനം. ഏപ്രിൽ 22 തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം, ബയോഡേറ്റ, ഫോട്ടോ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ ഇവയുടെ എല്ലാം അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം ഹാജരാക്കണം. അഴീക്കോട്, പുല്ലൂറ്റ് എന്നീ സ്ഥലങ്ങളിലെ നിലവിലുള്ള ഒഴിവുകളിലേക്കും വരാൻ പോകുന്ന ഒഴിവുകളിലേക്കുമാണ് നിയമനം നടത്തുന്നത്. തെറാപ്പിസ്റ്റ് മെയിൽ തസ്തികയിലെ അഭിമുഖത്തിന് രാവിലെ 9നും 10നും ഇടയിലുള്ള സമയത്ത് റിപ്പോർട്ട് ചെയ്യണം. ആയുർവേദ ഫാർമസിസ്റ്റ് അഭിമുഖത്തിന് 12നും 1 മണിക്കും ഇടയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ടിംഗ് സമയം കഴിഞ്ഞ് വരുന്ന ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ പീഡ് സെല്ലിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലെ ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത +2 സയൻസും DMLT പാരാമെഡിക്കൽ കൗൺസിൽ അംഗീകാരം ഉണ്ടായിരിക്കണം. വാക്കിൻ ഇൻ്റർവ്യൂ ഏപ്രിൽ 28 രാവിലെ 11 മണിക്ക് നടത്തുന്നുണ്ട്. താല്പര്യമുള്ള അപേക്ഷകർ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ബയോഡേറ്റയും സഹിതം പ്രിൻസിപ്പൽ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കോന്നി മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ കടാവർ അറ്റൻഡറെ നിയമിക്കുന്നുണ്ട്. ഏപ്രിൽ 22 രാവിലെ 10:30 നടക്കുന്ന അഭിമുഖത്തിൽ 7ാം ക്ലാസ് യോഗ്യതയുള്ള 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. മുൻപരിചയമുള്ളവർ തിരിച്ചറിയൽ രേഖ, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും പ്രവൃത്തി പരിചയ സാക്ഷ്യപത്രവും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിയെ നിയമിക്കുന്നുണ്ട്. യോഗ്യത CO ആൻഡ് PA അല്ലെങ്കിൽ 1 വർഷ ദൈർഘ്യമുള്ള സർക്കാർ അംഗീകൃത ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, മലയാളം ടൈപ്പിംഗ്, ടാലി പരിജ്ഞാനവുമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഏപ്രിൽ 21 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ പാലിയേറ്റീവ് നഴ്സ് ഹോമിയോ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയുള്ള GNM പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സർട്ടിഫിക്കറ്റുമുള്ള 18നും 40നും മധ്യ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യതയുള്ളവർ ഏപ്രിൽ 23 മുമ്പായി അതാത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.